അപ്പോൾ ഇന്നൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മളതിനായിട്ട് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് അല്പം ഉലുവായും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം എണ്ണ ഉലുവായും പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതോടൊപ്പം തന്നെ പച്ചമുളക്, വറ്റൽമുളക്, ഉള്ളി, ഇത്ര സാധനമുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഇത്രയും ആദ്യം നമുക്ക് പച്ചമുളകും ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മാത്രമായിട്ട് ഇടാം. അത്ര ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോകളായിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പ്രധാനമായിട്ടും വറ്റൽമുളകും കൂടി ഇട്ട് നമ്മളൊന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും മറ്റും ഉണ്ടാക്കാൻ അറിയാം. എങ്കിൽ പോലും അറിയാൻ മേലാത്തൊരു വീഡിയോ ഉണ്ടാൽ മതി. ഇനി അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടുക. അധികം മഞ്ഞൾപ്പൊടി ആകല്ലേ, ആ മഞ്ഞ കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ഇടുക. സ്വല്പം എരിവിന് വേണ്ടി ശകലം മുളക് പൊടി ഇടുക. ഒത്തിരി ഇടല് കേട്ടോ, ശകലം മുളക് പൊടി ഇട്ട് ഇത് കണ്ട് ഇപ്പം തന്നെ ഏകദേശം കളറായി. ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ തൈര് വെള്ളം ചേർത്ത് മിക്സിക്കകത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്കായിട്ട് ജാറിനകത്തിനായിട്ട് ഒഴിച്ച് കൊടുത്ത് കണ്ടോ. ഇപ്പം തന്നെ ഏകദേശം ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യം നമുക്ക് ഉപ്പിടേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടിപ്പോയാൽ ശകലം വിഷയമുണ്ട്. അപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ശകലം വെള്ളം ഒഴിച്ച് ശകലം ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ പുളിശ്ശേരി ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയ കാര്യം ചൂടുണ്ട്, അതിന് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.